വർഷം 1923 ഒക്ടോബർ 20 ആലപ്പുഴയിലെ പുന്നപ്പറയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി VS അച്യുതാനന്ദൻ എന്ന വിപ്ലവ സൂര്യൻ ഉദയം കൊള്ളുന്നു. ദാരിദ്ര്യവും ദുരിതവും നിറഞ്ഞ ബാല്യകാലത്ത് തന്റെ 4-ാം വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ടു. 11-ാം വയസ്സിൽ അച്ഛനും. സഹോദരിയുടെ പരിചരണത്തിൽ വളർന്ന VS 17-ാം വയസ്സിൽ ആസ്പിൻവാൾ കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി. അവിടെ കമ്മ്യൂണിസ്റ്റ് നേതാവ് P കൃഷ്ണപിള്ളയാണ് VSന്റെ ഉള്ളിലെ സമരാഗ്നി കണ്ടെത്തിയത്. 1940-ൽ 18 വയസ്സിന് മുൻപേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം നേടി. അതും P കൃഷ്ണപിള്ളയുടെ പ്രത്യേക ഇടപെടലോടെ. 1946-ലെ പുന്നപ്പറ വയലാർ സമരത്തിൽ പോലീസിന്റെ ക്രൂരമർദ്ദനം നേരിട്ട VS മരണത്തെ മുഖാമുഖം കണ്ടു. എന്നിട്ടും അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യം ഒരിക്കലും കെട്ടടങ്ങിയില്ല. 1980 മുതൽ 92 വരെ CPM സംസ്ഥാന സെക്രട്ടറിയായി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ശക്തമായ അടിത്തറ പാകി. 1950-60 കാലഘട്ടങ്ങളിൽ കർഷകർക്ക് ഭൂവകാശവും പട്ടയവും നേടിയെടുക്കുവാൻ VS നയിച്ച ഭൂസമരങ്ങൾ കേരളത്തിന്റെ ഗ്രാമീണ മുഖത്തെ മാറ്റിമറിച്ചു. അഴിമതിക്കും അനീതിക്കുമെതിരെ അദ്ദേഹത്തിന്റെ ശബ്ദം ഇടതടവില്ലാതെ ഉയർന്നുകൊണ്ടിരുന്നു. 2006-ൽ മലമ്പുഴയിൽ നിന്നും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച VS 83-ാം വയസ്സിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. ഇതോടെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി എന്ന റെക്കോർഡും VS സ്വന്തമാക്കി. മൂന്നാർ കയ്യേറ്റമൊഴിപ്പിക്കൽ, മണൽ മാഫിയക്കെതിരെ നടപടികൾ, ശബരിമല ക്ഷേത്രത്തിലേക്ക് മലകയറിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നിങ്ങനെ അദ്ദേഹം ജനമനസ്സുകളിൽ ഇടം നേടി. VS പറയുന്നത് സത്യമാണ് എന്ന് ജനങ്ങൾ വിശ്വസിച്ചൊരു കാലമുണ്ടായിരുന്നു. 2025 ജൂലൈ 21-ന് തന്റെ 102-ാം വയസ്സിൽ VS വിട പറയുമ്പോൾ പണ്ട് പാർട്ടി വേദികളിൽ അണികൾ തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ വിളിച്ചു കേട്ട അതേ മുദ്രാവാക്യം ഓർമ്മ വരുന്നു. കണ്ണേ കരളേ VS, പോരാട്ടത്തിൻ പൊന്മുത്തേ, വിപ്ലവത്തിൻ സന്തതിയെ. പ്രിയ സഖാവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം.